ഇത് മുജാഹിദിന്റെ അൽമനാർ, അവരുടെ മുഖപത്രം. ഇതിലെന്താ പറയുന്നത്? ഇസ്ലാം ദീനിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച സഹാബികളാണ്. കേട്ടോളെ, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇസ്ലാമിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ? പി മുഹമ്മദ് കുടശ്ശേരി മൗലവിന്റെ ലേഖനം മുജാഹിദിന്റെ മുഖപത്രത്തിൽ. കേട്ടോളൂ, വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിച്ചു പോയി എന്നാ പറയുന്നത്. എനിക്ക് കേട്ടോളി. അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഇവ മുസ്ലിങ്ങളിൽ പ്രചരിച്ചത്. അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും എടുത്തുദ്ധരിക്കുകയും ചെയ്തു. തമീമുദ്ദാരി ഒരു സഹാബിയാണ്. തമീമുദ്ദാരി, കഅബുൽ അഹ്ബാർ, വഹബ് ഇബ്നു മുനബ്ബഹ്, അബ്ദുല്ലാഹി ഇബ്നു സലാം ഒരു സഹാബിയാണ്. എന്നീ 4 പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ അധികവും ചെന്നെത്തുക. ഇവര് 4 പേരും യഹൂദി ക്രിസ്ത്യാനി വേദങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരുന്നു. തമീമുദ്ദാരി യമനിലെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ദേഹമാണ്. അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു സലാമും മദീനയിലെ ഒരു യഹൂദിയായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് വീണ്ടും സഹാബികളെ പറ്റി പറയാണ്. 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങിവെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത്. രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരായുധം കൂടിയാക്കി. സഹാബികൾ ചെയ്ത പണിയാ പറയുന്നത്. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. പ്രാസംഗികൻ പള്ളിയുടെ മധ്യത്തിൽ നിൽക്കുകയും ശ്രോതാക്കൾ ചുറ്റിലും ഇരുപ്പുറപ്പിക്കുകയും ചെയ്യും. ജനങ്ങളെ സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും തെറ്റുകളിൽ വിരമിപ്പിക്കുന്നതുമായ ഹദീസുകൾ, ചരിത്രകഥകൾ, മുൻ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ എന്നിവയാണ് ഈ പ്രസംഗങ്ങളിൽ വിവരിക്കുക. എന്നാൽ ഈ കഥാകാരന്മാരധികവും യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ ചിന്താവിഷയം. കേട്ടോളിയും, തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സഹാബിയൻ തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ അതിനാൽ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൈനികന്മാരെ ഒന്നായി പള്ളിയിൽ നിന്ന് ആട്ടി ഓടിച്ചു കളഞ്ഞു. പള്ളിയിൽ നിന്ന് കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അനുമതി കൊടുത്തു ഉമർ ഇബ്നു ഖത്താബ്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 2 തവണ ആഴ്ചയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് കെട്ടുകഥ സഹാബികൾ പ്രചരിപ്പിച്ചു. അലി ഇബ്നു അബീ താലിബ് അവരെ ആട്ടി ഓടിച്ചു. ഇത് പറഞ്ഞിട്ട് ഇനിയും കേട്ടോളൂ, ലോകത്തുള്ള എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളാൻ വേണ്ടി പറയുന്ന വാചകം കേട്ടോളൂ. എന്നാൽ 3ാമത്തെ ദേഹമായ കഅബുൽ അഹ്ബാറിൽ നിന്നാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ 1ാം സ്ഥാനം അർഹിക്കുന്ന ഹസ്രത്ത് അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസും ഹദീസ് പണ്ഡിതനായ സഹാബിയായ അബൂ ഹുറൈറയും കഅബിന്റെ റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സഹാബികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനാലും വളരെയധികം ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുവാനിടയായിട്ടുണ്ട്. സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലോകോൽപത്തിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വകയാണ്. അള്ളാഹു ഞായറാഴ്ചയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയതെന്ന് തുടങ്ങുന്ന ഹദീസ് വളരെയേറെ തഫ്സീറുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഈ 4 പേരെ മാത്രം ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചതാണ്. സഹാബികൾ കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1959 ഒക്ടോബർ 5-ാം തീയതിയിൽ രേഖപ്പെടുത്തുന്നു. സഹാബികളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഈ മുജാഹിദുകളെ